നമസ്കാരം. സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന തരത്തിലുള്ള കൊലപാതക വാർത്തകൾ നമ്മൾ മലയാളികൾ ഇതിനു മുമ്പ് പലതവണ കേട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇടുക്കി നെടുങ്കണ്ടത്ത് ഉണ്ടായ ഇരട്ട കൊലപാതകവും അത്തരത്തിൽ ഒന്നാണോ എന്ന് തന്നെ സംശയിക്കേണ്ട സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രതി എന്ന് സംശയിക്കുന്ന സജി ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. മൃതദേഹം കണ്ടെത്തിയ വീടിന് സമീപത്ത് നിന്ന് ആളുകൾ നടത്തിയ, പ്രദേശവാസികൾ ഉൾപ്പെടെ നടത്തിയ തെരച്ചിലിൽ ആണ് ഈ സജിയെ കണ്ടെത്തിയത്. നാട്ടുകാർ പ്രതിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇത്. ഒച്ചക്ക് വടക്കെന്ന് പറഞ്ഞ അപ്പൊ കിട്ടി ഓടിവാ ഓടാ ചേട്ടാ കിട്ടി അത് നമ്മള് പോകുന്നിട്ടോ. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ ആ മലമ്പെട്ട് പാറക്കെട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുകയായിരുന്നു. നാട്ടുകാരും വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് പ്രതി തന്നെ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഒരു കടയിൽ വന്നിരുന്ന് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, ഞാൻ പോലീസിന് കീഴടങ്ങുകയാണെന്ന് പറയുകയും അവിടെ നിലത്തിരിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ പോലീസ് നാട്ടുകാരുണ്ടായിരുന്നു ആ സ്ഥലത്ത് തന്നെ. പോലീസ് അന്നേരം തന്നെ പുള്ളിയെ കൈ പിടിച്ച് വണ്ടിയെ കയറ്റി നെടുങ്കണ്ടം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. സ്റ്റേഷനിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് വൈദ്യപരിശോധനയ്ക്ക് ശേഷം വീണ്ടും സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളി സ്വയം കടയിലേക്ക് വരുന്നത്. അത് ഞങ്ങളെ പരിശോധിച്ച ഞങ്ങൾ തെരച്ചിൽ നടത്തിയ സ്ഥലങ്ങളിൽ തന്നെ പുള്ളി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പുള്ളി ഇറങ്ങി വന്നത്. ആ ഭാഗത്തും തന്നെ പുള്ളി അവിടെ ഒരു കടയിലേക്ക് ഇറങ്ങി വന്നിട്ട് എനിക്ക് അബദ്ധം തെറ്റിപ്പറ്റിപ്പോയി, ഞാൻ കീഴടങ്ങാണെന്ന് പറഞ്ഞു. ആ കടയിൽ ഒരു ചേച്ചിയാണ്. ആ ചേച്ചിയോട് പറഞ്ഞു ഞാൻ കീഴടങ്ങാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി കുറ്റസമ്മതം നിലവിൽ അവിടെ നടത്തി. അങ്ങനെയാണ് പോലീസ് അടുത്തുണ്ടായിരുന്നു, തൊട്ടടുത്തുണ്ടായിരുന്നു. പോലീസ് ഓടി വന്നു. പോലീസ് നാട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. നെടുങ്കണ്ടത്തെ ഇരട്ട കൊലപാതകം നടത്തിയെന്ന് പ്രതീക്ഷിക്കുന്ന സജിയെയാണ് പിടികൂടിയത്. സജിയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ്. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അമ്മ മേരിക്കുട്ടി, മൂത്ത സഹോദരൻ റെജി എന്നിവരെ സജി കൊലപ്പെടുത്തി എന്നതാണ് സംശയം. ഇവരുടെ മൃതദേഹങ്ങൾ ഇന്നലെയാണ് കണ്ടെത്തിയത്. അതേസമയം 2018 സജിയുടെ പിതാവിനെ കാണാതായതിലും ദുരൂഹത സംശയിക്കുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രിൻസ് ജെയിംസ് ആണ് ചേരുന്നത്. പ്രിൻസ്, പ്രതിയെ പിടികൂടിയിരിക്കുന്നു. ഒരു പക്ഷേ ഇനി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിവരശേഖരണത്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന് വേണമോ പ്രതീക്ഷിക്കാൻ? പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ കേട്ട ഒരു പ്രതികരണത്തിൽ തന്നെ തെറ്റുപറ്റിയെന്ന് സജി പറയുന്നതായാണല്ലോ വിവരം. അഭിലാഷ്, തീർച്ചയായും പ്രതി കുറ്റം സമ്മതിച്ചു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. പ്രതി കുറ്റം സമ്മതിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതാനും മണിക്കൂർ മുൻപാണ് പ്രതി എന്ന് കരുതുന്ന സജിയെ വീടിന് സമീപത്ത് നിന്നും പോലീസ് കസ്റ്റഡി എടുക്കുന്നത്. അതായത് ഈ പ്രദേശത്ത് തിരച്ചിൽ നടക്കുന്നതിനിടെ പ്രതി സ്വയമേ ഇറങ്ങി വന്ന് ഇവിടുത്തെ ഒരു സമീപത്തെ ഒരു കടയിലേക്ക് ഇറങ്ങി വന്ന് എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് നാട്ടുകാരോട് പറയുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ പോലീസിനെ അറിയിച്ച് പോലീസ് ഇയാളെ പിടികൂടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള സംഭവം നടക്കുന്നത്. തുടർന്ന് ഈ പ്രദേശത്ത് പോലീസ് പരിശോധന ആരംഭിച്ചു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ റെജിയെയും അമ്മയെയും കാണാതായെന്നുള്ള ഒരു പരാതിയെ തുടർന്ന് പോലീസ് ഇവിടെ പരിശോധന നടത്തുകയും ഈ വീടിന് സമീപത്തിൽ നിന്നും രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. ഈ സമയത്ത്, അതായത് പോലീസ് ആദ്യം വീട്ടിലെത്തിയ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന സജി വീട്ടിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് ഈ പ്രദേശത്ത് നിന്നും അധികം ദൂരേക്ക് പ്രതി പോയിരിക്കില്ല എന്ന ഒരു നിഗമനത്തിൽ തന്നെയായിരുന്നു പോലീസ്. കാരണം ഇതൊരു കാർഷിക മേഖലയാണ്. അത് തുടർന്ന് ഈ പ്രദേശം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊക്കെ നടന്നു വരികയായിരുന്നു. ഇന്ന് രാവിലെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു. ഒപ്പം ഡോഗ് സ്ക്വാഡ് എത്തി ഇവിടെ പരിശോധനകൾ ആരംഭിച്ചിരുന്നു. ഇതിനിടയ്ക്കാണ് ഈ പ്രതി ഈ വീടിന് സമീപത്തെ ഉള്ള ഒരു കടയിലേക്ക് ഇറങ്ങി വന്ന് കീഴടങ്ങിയാണെന്ന് അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും പിന്നീട് പ്രതിയെ നെടുങ്കണ്ടത്തെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ നെടുങ്കണ്ടം സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇരട്ട കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു കാരണം എന്തെന്ന് വ്യക്തമാകേണ്ടതുണ്ട്. അതിനനുസരിച്ചുള്ള ചോദ്യം ചെയ്യലുകളൊക്കെ നടക്കുകയാണ്. ഒപ്പം പിതാവിന്റെ മരണം, പിതാവിന്റെ തിരോധാനം, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പിതാവിനെ ഇവിടെ നിന്ന് കാണാതാവുകയായിരുന്നു. അയാൾ ഏതാനും വർഷങ്ങളായി ഇവിടേക്ക് എത്തിയിരുന്നില്ല. ഇത് സംബന്ധിച്ചും ദുരൂഹതകൾ
നാട്ടുകാർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. എന്തായാലും സജി ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്നാണ് പോലീസ് കരുതുന്നത്. ഈ 2 മരണങ്ങളോടൊപ്പം പിതാവിന്റെ തിരോധനത്തിനും സജിക്ക് പങ്കുണ്ടോ എന്നത് സംബന്ധിച്ചും വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും ഈ വീടുമായി ബന്ധപ്പെട്ട നിരവധി ദുരൂഹതകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സജി തന്റെ വിവാഹമാണ് എന്ന് ധരിപ്പിച്ചുകൊണ്ട് നാട്ടുകാരെ കഴിഞ്ഞിടയ്ക്കൊക്കെ നാട്ടുകാരെ വിവാഹത്തിൽ ക്ഷണിച്ചിരുന്നു. ഒപ്പം ഈ അടുത്ത ദിവസം വിവാഹം നടക്കുമെന്നും 500 പേർക്കുള്ള സദ്യ ഒരുക്കുമെന്നും ഒക്കെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു മരണം സംഭവിച്ചതിനാൽ വിവാഹം പിന്നീടത്തേക്ക് മാറ്റിവെച്ചു എന്ന് അറിയിക്കുകയായിരുന്നു. ഒപ്പം നാട്ടുകാർ നടത്തിയ ഒരു അന്വേഷണത്തിൽ ഇത്തരത്തിലൊരു വിവാഹം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും തുടർന്ന് നാട്ടുകാർ ഈ റെജിയെയും അമ്മയെയും കുറിച്ച് അന്വേഷിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഈ വീട്ടിലേക്ക് മറ്റുള്ളവരെ ഒന്നും പ്രവേശിക്കാൻ റെജിയും ഈ സഹോദരൻ സജിയും കൊല്ലപ്പെട്ട റെജിയും സഹോദരൻ സജിയും സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാർ കൂടുതലായി ഈ വീട്ടിലേക്ക് എത്തിയിരുന്നില്ല. പ്രായമായ അമ്മേനെ കാണാൻ പോലും സഹോദരിയെ പോലും ഇവരെ വീട്ടിലേക്ക് അടുപ്പിച്ചിരുന്നില്ല. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ പോലും എടുക്കാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റു അയൽവാസികൾക്കൊക്കെ ഈ വീടുമായി വലിയ ബന്ധം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നാൽ റെജി പതിവായി ഇവിടെ നെടുങ്കണ്ടത്തെ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് എത്തിയിരുന്ന ആളാണ്. അയാൾ ജോലിക്കായി എത്താത്തതും ഒക്കെ ഒപ്പം അയൽവാസികളായ ചിലർക്ക് കാർഷിക ജോലിക്ക് സഹായിയൊക്കെ എത്തുന്ന ആളാണ് റെജി. ഈ ജോലിക്കൊന്നും റെജി എത്താതെ വന്നതോടെയാണ് നാട്ടുകാരിൽ സംശയം ഉണ്ടാവുകയും തുടർന്ന് ഇത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് എത്തുകയും ഈ സഹോദരിയെ ഈ നാട്ടുകാർ വിവരം അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുകയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 പേരുടെ മൃതദേഹം, അമ്മയുടെയും മകന്റെയും മൃതദേഹം ഈ വീട് സമീപത്ത് നിന്നും കണ്ടെത്തുകയും ചെയ്തത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഇന്ന് തന്നെ പൂർത്തീകരിക്കുമെന്നാണ് കരുതുന്നത്. ഒപ്പം കൃത്യമായ വിവരം എന്താണ് ഈ ഇതിലേക്ക് നയിച്ചത് നടക്കമുള്ള കാര്യങ്ങളിലേക്കും വ്യക്തത വരുമെന്നാണ് കരുതുന്നത്. അഭിലാഷ്. യെസ്, തീർച്ചയായും പ്രിൻസ്, ഇന്ന് അല്പസമയം മുമ്പാണ് ഈ സജിയെ പിടികൂടിയത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം മണിക്കൂറുകൾ പിന്നിട്ട സാഹചര്യമുണ്ട്. പ്രദേശത്ത് തന്നെ സജി ഉണ്ടാകും എന്ന നിലയിൽ നടത്തിയ പരിശോധന ഫലം കാണുകയും ചെയ്തു. ഈ സജിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, അല്ലെങ്കിൽ സജിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഇയാൾക്ക് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളായിരുന്നോ? ലഹരി ഉപയോഗിക്കുന്ന ആളാണോ? പ്രദേശവാസികളായ ആളുകൾക്ക് പൊതുവിൽ എന്താണ് സജിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? അത്തരം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ പ്രിൻസ്? അഭിലാഷ്, സജിയെയും റെജിയെയും കുറിച്ച് നാട്ടുകാർ പറയുന്നത് അധികം ആരുമായിട്ടും ഇടപെടുന്ന ഒരു വ്യക്തിത്വം അല്ലായിരുന്നെങ്കിൽ പോലും ഇവർ വലിയ തോതിൽ പ്രശ്നക്കാരല്ലായിരുന്നു എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. കൃത്യമായി ഇവർ അവരവരുടെ ജോലികൾ ചെയ്യുന്നു, ഒപ്പം വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്നു എന്നുള്ളതല്ലാതെ പുറത്ത്, അതായത് നാട്ടിലൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല. എന്നാൽ ദുരൂഹമായ ചില സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് വീട്ടിൽ ഇവർ തമ്മിൽ സ്ഥിരമായി വഴക്കുണ്ടാക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു എന്നും നാട്ടുകാർ പറഞ്ഞു. എന്നാൽ പുറം ലോകത്ത്, അതായത് അയൽവാസികളോടോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നിടത്തോ ഒന്നും ഇവർ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മദ്യപിക്കുമായിരുന്നു എന്നുള്ളതല്ലാതെ മറ്റു പ്രശ്നങ്ങൾ റെജിയും സജിയും ഉണ്ടാക്കിയിരുന്നില്ല എന്ന് പറഞ്ഞു. ഒപ്പം അമ്മയെ നോക്കുന്ന കാര്യത്തിൽ പ്രായമായ അമ്മ ഇവർക്കൊപ്പമാണ്, അമ്മയുടെ ഒപ്പമാണ് ഇരുവരും കഴിച്ചിരുന്നത്. അമ്മയെ നോക്കാൻ വേണ്ടി ഒരാൾ എല്ലാ ദിവസവും വീട്ടിലിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ജ്യേഷ്ഠൻ ജോലിക്ക് പോവുകയാണെങ്കിൽ അനുജൻ ജോലിക്ക് പോകാത്ത ഒരു സാഹചര്യം, അങ്ങനെയായിരുന്നു ഇവർ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു വസ്തുതയിൽ നിന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇരുവരും തമ്മിൽ വഴക്കുകൾ ഉണ്ടാകുന്ന പതിവായിരുന്നു. വീട്ടിൽ ഇത്തരത്തിൽ ബഹളങ്ങൾ ഉണ്ടാകുകയും വാക്കേറ്റം ഉണ്ടാകുകയും കയ്യാങ്കളിയൊക്കെ ഉണ്ടാകുന്നതും പതിവായ സാഹചര്യമായിരുന്നു. അപ്പം ഈ സജി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അത് റെജിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ റെജിയും അമ്മയും വീട് വിട്ടിറങ്ങും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നെന്നും അത്തരത്തിലുള്ളൊരു തർക്കമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. മറ്റ് ക്രിമിനൽ സ്വഭാവങ്ങളൊന്നും ഇവർ പ്രകടിപ്പിച്ചതായി നാട്ടുകാരോ ഒന്നും പറയാറില്ല. അധികം ആളുകളായിട്ട് ഇടപെടാറില്ലായിരുന്നു. വീട്ടിലേക്ക് മറ്റുള്ളവരെ എത്തുന്നത് ഇവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഓട്ടം വിളിച്ചോ സാധനങ്ങളൊക്കെ വാങ്ങി എത്തുകയാണെങ്കിൽ പോലും പ്രധാന വഴിയിലേക്ക് വരെ വാഹനം എത്തിക്കുക. അതിന് തൊട്ടടുത്താണ് വീടെങ്കിൽ പോലും അവിടേക്ക് സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു സ്വഭാവമായിരുന്നു ഇരുവരുടെയും. പ്രത്യേകിച്ചും സജിയുടെ സഹോദരിയെ വീട്ടിലേക്ക് ഇവർ ക്ഷണിച്ചിരുന്നില്ല. പ്രത്യേകിച്ചും പ്രായമായ അമ്മയെ കാണാൻ പോലും അനുവദിച്ചിരുന്നില്ല. മറ്റൊരു സഹോദരിക്ക് ബുദ്ധിമാന്ദ്യമുള്ളവരാണ്, അവർ ഇവർക്കൊപ്പമല്ല താമസിക്കുന്നത്. മറ്റു സഹോദരിയെ, അതായത് വിവാഹിതയായ സഹോദരിയെ വീട്ടിലേക്ക് എത്താൻ അനുവദിക്കുകയോ അമ്മയുമായി ഇടപെടാൻ അനുവദിക്കുകയോ ചെയ്തിരുന്നില്ല. ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്തൊരു സാഹചര്യമായിരുന്നുള്ളത്. എന്നാൽ നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ അവരുമായി, അതായത് കാർഷിക ജോലിക്കൊക്കെ വിളിക്കുമ്പോൾ കൃത്യമായി ചെല്ലും, മറ്റു ജോലികളൊക്കെ കൃത്യമായി നടത്തും. അല്ലാതെ മറ്റു പ്രതിസന്ധികളൊന്നും അല്ല ക്രിമിനൽ സ്വഭാവമൊന്നും ഇവർ വെച്ച് പുലർത്തിയിരുന്നില്ല എന്നാണ് കരുതുന്നത്. എന്തായാലും വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു തർക്കമായിരിക്കാം ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നീങ്ങിയത് എന്നാണ് കരുതുന്നത്. എന്തായാലും അതോടൊപ്പം തന്നെ സജിയുടെ പിതാവിന്റെ തിരോധനവും അത് സംബന്ധിച്ചും വ്യക്തത വരുത്തിയതുണ്ട്. എന്തായാലും പ്രതിയെ കസ്റ്റഡിയിലെടുത്ത സാഹചര്യത്തിൽ ഈ വിഷയങ്ങൾക്കെല്ലാം വ്യക്തത ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. തീർച്ചയായും പ്രിൻസ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത പശ്ചാത്തലത്തിൽ കൂടുതൽ വിവരങ്ങൾ പോലീസിന് വളരെ പെട്ടെന്ന് ശേഖരിക്കാൻ പറ്റും. അപ്പോഴും പ്രിൻസ്, ഈ
സജി ഇത്രയും സമയം ഒളിവിലായിരുന്നു എന്ന് വേണമല്ലോ നമുക്ക് അനുമാനിക്കാൻ. അവിടെ ആരുടെയും സഹായമൊന്നും ലഭിച്ചിട്ടില്ല എന്നല്ലേ ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടതായി വരുന്നത്. ഈ തെറ്റുപറ്റിയെന്ന് സജി പറയുമ്പോൾ സജി ഒറ്റയ്ക്കായിരിക്കാം ഈ കൃത്യം നിർവഹിച്ചത് എന്നും ഇതിൽ മറ്റേതെങ്കിലും ആളുകൾക്ക് പങ്ക് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുമല്ലേ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കേണ്ടത്. അഭിലാഷ്, ഈ കൊല്ലപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം കൊല്ലപ്പെട്ടവരിൽ ഒരാൾ വയോധികയാണ്, 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളയാളാണ്, ശാരീരിക അസ്വസ്ഥതകളുള്ള ആളാണ്, വീട്ടിൽ പുറത്തിറങ്ങാൻ വയ്യാത്ത ഒരാളാണ്. അപ്പം റെജി സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാൾ കൂടിയാണ്. ഇതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സഹായം ഈ കൃത്യം നടത്താനുള്ള ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് സംശയിക്കേണ്ടതുണ്ട്. അപ്പോൾ പക്ഷേ ഇരുവരും, ഈ സജിയും റെജിയും മറ്റുള്ള നാട്ടുകാരുമായി വലിയ ഇടപഴകുന്ന ഒരു ആൾക്കാരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇവർക്ക് ഇയാൾക്ക് ഒരു സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. ഒപ്പം കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ നിന്ന് ഇയാൾ ഇറങ്ങി ഓടിയതിനു ശേഷം ഈ സമീപത്തെ പ്രദേശങ്ങളിലെ കാർഷിക മേഖലയിലേക്കാണ് ഇയാൾ കടന്നു കളഞ്ഞത്. ഒരു ഭാഗം വലിയ പുൽമേടുകൾ നിറഞ്ഞ പാറക്കെട്ടുകൾ നിറഞ്ഞ കുന്നിൻ മുകളാണ്. അവിടേക്ക് കയറി രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. കാരണം കനത്ത വെയിലൊക്കെ ഉള്ളതുകൊണ്ട് പകൽ സമയത്ത് ഇതുവഴി യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒപ്പം സമീപ പ്രദേശങ്ങൾ കാർഷിക മേഖലയാണ്, കൃഷിയുള്ള പ്രദേശമാണ്, നാട്ടുകാർക്ക് താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഇന്ന് രാവിലെ തെരച്ചിൽ നടക്കുന്ന ഒരു സമയത്ത് പോലും കൃത്യമായും ഡ്രോൺ ഉപയോഗിച്ചും ഒക്കെ തെരച്ചിൽ നടത്തുമ്പോഴും ഈ ആൾക്കാരും നാട്ടുകാരും പോലീസും തെരച്ചിൽ നടക്കുന്ന സമീപത്ത് പ്രദേശത്ത് തന്നെ ഈ ഒരു മരച്ചുവട്ടിൽ ഇയാൾ ഇരിക്കുകയായിരുന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പിന്നീട് തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊരു ബോധ്യമുണ്ടായതോടെ ഇയാൾ ഈ പ്രദേശത്തെ ഒരു കടയിലേക്ക് ഇറങ്ങി വന്ന് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് അറിയിക്കുകയായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ സംഭവം, അതായത് ഈ മരണം സംഭവിച്ചിട്ട്, ഈ 2 മരണങ്ങളും സംഭവിച്ചിട്ട് ഏകദേശം 15 ദിവസത്തോളം കഴിഞ്ഞു എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊക്കെ വരേണ്ടതുണ്ട്, അതിനുശേഷമായിരിക്കും വ്യക്തത വരുന്നുള്ളൂ. എന്തായാലും ഇതിനുശേഷവും കൃത്യമായി സജി ആളുകളിലേക്ക് ഇടപഴകിയിരുന്നു, ഇയാളുടെ ജോലികൾക്കായി പോയിരുന്നു, ഒപ്പം വ്യാപാര സ്ഥാപനങ്ങളിലുമൊക്കെ പോയിരുന്നു, ഭക്ഷണ സാധനങ്ങളൊക്കെ ഇറച്ചിയൊക്കെ വാങ്ങി ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് ഇതേ വീട്ടിൽ താമസിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും കൃത്യമായ ഒരു ക്രിമിനൽ ബുദ്ധിയോടുകൂടി തന്നെയാണ് ഇയാൾ തൻ്റെ ദിനചര്യകൾ തുടർന്നു വന്നത്. പിടിക്കപ്പെടുമെന്നൊരു അവസ്ഥ വരികയായിരുന്ന സാഹചര്യത്തിലാണ്, അതായത് അന്വേഷിച്ച് പോലീസുകാർ വീട്ടിലെത്തിയ ഒരു അവസ്ഥയിലാണ്, അല്ലെങ്കിൽ നാട്ടുകാരുടെ ഇടയിൽ റെജിയുടെ തിരോധാനം ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഇയാൾ ഇവിടെ നിന്ന് മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും ബാഗുമൊക്കെ എടുത്ത് പോകാൻ ശ്രമിക്കുകയും ചെയ്തത്. തുടർന്ന് പോലീസ് വീട്ടിലേക്ക് എത്തിയ ഒരു സാഹചര്യത്തിലാണ് ഇയാൾ ഓടി രക്ഷപ്പെട്ടത്. പിന്നീട് ബാഗ് ഇന്നലെ തന്നെ ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ കൂടുതൽ ദൂരത്തേക്ക് ഓടി രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല, അതിനനുസരിച്ച് ഉണ്ടാകില്ലെന്നും കൂടുതൽ ദൂരേക്ക് മാറിപ്പോകാൻ സാധിക്കില്ല എന്നും പോലീസ് ഉറപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെ ഇന്ന് തെരച്ചിൽ നടത്താനും സാധിച്ചത്. അതായത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു കൊണ്ടിരുന്നു അല്ലെ, സമീപത്തുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നതിനിടയിലായിരുന്നല്ലോ ഇയാൾ വളരെ പെട്ടെന്ന് അവിടുന്ന് കടന്നു കളഞ്ഞതും അങ്ങനെ പിന്നീട് ഒളിവിലായതും. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം അയാൾ സ്വമേധയാ പുറത്തേക്ക് എത്തി. ഒരു പക്ഷേ വിശന്നിട്ടോ മറ്റോ ഒക്കെ ആകാം ഇത്തരത്തിൽ പുറത്തേക്ക് ഇറങ്ങിയത് എന്ന് വേണമല്ലോ നമുക്ക് അനുമാനിക്കാൻ. അഭിലാഷ്, തീർച്ചയായും ഇന്ന് രാവിലെ മുതൽ കൃത്യമായി ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് പോലീസ് ശക്തമായ ഒരു പരിശോധന നടത്തുകയായിരുന്നു. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന, ഒപ്പം പോലീസ് സംഘവും ഈ മേഖല കേന്ദ്രീകരിച്ച് വിവിധ സംഘങ്ങളായി പോലീസ് തിരിഞ്ഞ് നാട്ടുകാരുടെ സഹായത്തോടെ പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് ഇത്തരത്തിൽ തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നൊരു കൃത്യമായ ബോധം ഈ പ്രതിക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ഇയാൾ സമീപത്തെ വീട്ടിലേക്ക് എത്തി, ഈ വ്യാപാര സ്ഥാപനത്തിലേക്ക് എത്തി തനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് അറിയിച്ച് വ്യാപാരി സ്ത്രീയോട് തെറ്റുപറ്റിയെന്ന് അറിയിച്ച് അയക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് നാട്ടുകാർ ആ സമീപ പ്രദേശത്ത് തന്നെ പോലീസ് ഉണ്ടായിരുന്നു, പോലീസിനെ അറിയിക്കുക, അപ്പോൾ തന്നെ ഇയാളെ കസ്റ്റഡി എടുക്കുകയായിരുന്നു. അതായത് ഇയാൾ ഇരുന്നെന്ന് കരുതപ്പെടുന്ന മരണത്തിന് സമീപത്തോടൊക്കെ പോലീസ് പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ ഇയാൾ പുറത്തേക്ക് വന്ന് പുറത്തേക്ക് വരികയും പിടികൂടാൻ സാധിക്കുകയും ചെയ്തത്. ഒപ്പം ഇതിലിപ്പോൾ എടുത്തു പറയേണ്ടത്, 2018 പിതാവ് മാത്യുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടും സഹോദരി സംശയമുന്നയിക്കുകയാണ്. ഒരുപക്ഷെ ഇരട്ടക്കൊലപാതകം എന്നതിനപ്പുറത്ത് ഈ 2018 കാര്യങ്ങളും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ടോ? ഈ ചോദ്യം ചെയ്യലിൽ അതും ഉണ്ടാകുമെന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, ഇരട്ട കൊലപാതകത്തിനപ്പുറം മറ്റ് ദുരൂഹതകൾ ഉള്ളതെന്ന് കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ചോദ്യം ചെയ്യലുടെ അക്കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് കരുതുന്നത്. കൃത്യമായും ഇയാളുടെ പിതാവ് മാത്യു എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ്
ഇവിടുന്ന് കാണാതാവുകയായിരുന്നു. അയാൾ തിരോധനവുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ ഒരു അന്വേഷണം നടന്നിട്ടില്ല. ഈ കാര്യത്തിലും വസ്തുത വേണം എന്ന് പറയുന്നു. നാട്ടുകാർ പറയുന്നത് രാവിലെ ആരാധനയ്ക്കായി പള്ളിയിലേക്ക് പോകുന്ന അർത്ഥത്തിൽ ആരാധനയ്ക്കായി പോകുന്ന ഒരു സമയത്ത് ഇദ്ദേഹം പോയെന്നും പിന്നീട് തിരികെ വീട്ടിലേക്ക് എത്തിയിട്ടില്ലെന്നുമാണ് അറിയുന്നത്. ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടന്നിട്ടില്ലെന്നും അത് ഇതുമായി ബന്ധപ്പെട്ട് സജിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് സംബന്ധിച്ച് അന്വേഷണം വേണമെന്നും നാട്ടുകാർ പറഞ്ഞു. എന്തായാലും ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതിയോട് ഈ കാര്യത്തിന് വിശദമായൊരു ചോദ്യം ചെയ്യലുണ്ടാവും ഈ വിഷയത്തിൽ. ഒപ്പം രണ്ടുപേരുടെ അമ്മയുടെയും സഹോദരന്റെയും മരണത്തോടൊപ്പം പിതാവിന്റെ തിരോധനവും സംബന്ധിച്ചും ഒരു വ്യക്തത വരും എന്നാണ് കരുതുന്നത്. പിതാവിന്റെ തിരോധാനത്തിൽ സജിക്ക് പങ്കുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുകയും ചെയ്യും. എന്തായാലും ഇന്ന് ഇരട്ടക്കൊലപാതകത്തിൽ രണ്ട് പേരുടെ മരണം, അതായത് അമ്മയുടെയും സഹോദരനെയും കൊലപ്പെടുത്തിയതിനോടൊപ്പം പിതാവിന്റെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പിതാവ് ഈ നാട്ടിൽ നിന്ന് കാണാതായ ഒരു സംഭവത്തിൽ എന്താണ് സജിയുടെ പങ്കാളിത്തം എന്നത് സംബന്ധിച്ചും പോലീസ് ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അഭിലാഷ്. നെടുങ്കണ്ടം പച്ചടി പൊൻതിട്ടയിൽ മേരിക്കുട്ടി 70 വയസ്സ്, അതോടൊപ്പം മകൻ റെജി 54 വയസ്സ് എന്നിവരെയാണ് ഇപ്പോൾ കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് വിവരം. ഇത് സജി തന്നെയാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്ന് പറയുമ്പോഴും ദൃക്സാക്ഷികൾ ഇല്ലാത്തൊരു കേസ് ആയിരിക്കും ഇത്. സ്വാഭാവികമായും ശാസ്ത്രീയമായ തെളിവുകൾ, ഒരുപക്ഷെ പ്രതി ഇപ്പോൾ കുറ്റം സമ്മതിച്ചാൽ പോലും കോടതിയിലേക്ക് എത്തുമ്പോൾ മൊഴി മാറ്റിപ്പറയാവുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഒപ്പം പ്രദേശവാസികളുടെ മൊഴി, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എങ്ങനെയാണ് മരണം സംഭവിച്ചത്, ഇത്തരം കാര്യങ്ങളെല്ലാം ശാസ്ത്രീയമായി പരിശോധിച്ചുകൊണ്ടുകൂടി മാത്രമേ പോലീസിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഈ സംശയിക്കപ്പെടുന്ന പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. പ്രതി കുറ്റം സമ്മതിച്ചു എന്നതാണ് ഈ ഏറ്റവും പുതിയ വിവരം. ഇനി നമ്മൾ മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകുന്നത് ഇറാൻ സമർപ്പിച്ച സമാധാന പദ്ധതിയിൽ ട്രംപിന് അതൃപ്തി എന്ന സൂചന. വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് US മാധ്യമങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ട്രംപ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ദേശീയ ഉപദേഷ്ടാക്കളുമായി വിഷയം ചർച്ച ചെയ്ത ശേഷം പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കും എന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് പറഞ്ഞത്. Well, only because it's been reported, I will confirm the president has met with his national security team this morning. The meeting may be ongoing, maybe not. I don't want to speak affirmatively because I was prepping to come out here. But the proposal was being discussed. I don't want to get ahead of the president or his national security team. What I will reiterate is that the president's red lines with respect to Iran have been made very, very clear, not just to the American public, but also to them as well. സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള US നിർദ്ദേശം പരിഗണനയിൽ ആണ് എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനിടെ ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം മാത്രം നടത്തിയ ആക്രമണങ്ങളിൽ 40-ൽ അധികം പേർ മരണപ്പെട്ടു എന്നതാണ് വിവരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി അജയ് സുധാ ബിജു ചേരുന്നു. അജയ്, നമുക്ക് ലെബനനിലേക്ക് വരുന്നതിന് മുമ്പ് ഇറാൻ അമേരിക്ക തർക്കം, അതിന് പലതരത്തിലുള്ള ഫോർമുലകൾ ഇതിനോടകം തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഒന്നുകിൽ ഇറാന് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുല അംഗീകരിക്കാൻ സാധിക്കില്ല, അതല്ല എങ്കിൽ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുലകൾ അമേരിക്കയും അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുലകൾ ഇറാനും ഒക്കെ തള്ളിക്കളയുന്ന സാഹചര്യമാണ് ഇതുവരെയും ഉണ്ടായിട്ടുള്ളത്. അതിനൊരു മാറ്റവും ഇപ്പോഴുമില്ല എന്നല്ലേ വിലയിരുത്തേണ്ടത്? പ്രത്യേകിച്ച് ഇറാൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. വീണ്ടും ട്രംപിന് ആ നിർദ്ദേശത്തിൽ, ആ പദ്ധതിയിൽ കൃത്യമായ അതൃപ്തി എന്നാണല്ലോ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. തീർച്ചയായിട്ടും അഭിലാഷ്, ഇപ്പോൾ ഇറാനും അമേരിക്കയും മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ഇറാൻ ഒരു 10 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചതെങ്കിൽ US ഒരു 15 നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇതിൽ ഊന്നിയിട്ടുള്ള ചർച്ചകളാണ് ആദ്യഘട്ടത്തിൽ നടന്നിരുന്നത്. എന്നാൽ ഈ രണ്ടാം ഘട്ട ചർച്ചകൾ എന്നെന്ന് ഒരു തീർത്തും നിശ്ചയമില്ലാതെ അത് ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി പാകിസ്ഥാനിലെത്തിയത്. അപ്പോഴിതൊരു ചർച്ചയ്ക്ക് വഴങ്ങിയിട്ടാണ് ഇറാൻ പാകിസ്ഥാനിലേക്ക് എത്തിയതെന്ന് അമേരിക്ക കരുതുകയും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥരെ പാകിസ്ഥാനിലേക്ക് ആ സമയത്ത് അയക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു ചർച്ചയ്ക്ക് തയ്യാറായി അല്ല തങ്ങൾ വന്നതെന്ന് ഇറാൻ
വ്യക്തമാക്കുകയും പാകിസ്ഥാനിൽ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായിട്ടൊക്കെ ചർച്ച നടത്തിയതിന് ശേഷം പിന്നീട് ഒമാനിലേക്കും റഷ്യയിലേക്കും ഒക്കെ യാത്ര തിരിക്കുകയായിരുന്നു. എന്തായാലും പാകിസ്ഥാനിലെത്തിയ ആ സമയത്ത് ഇറാൻ ഒരു 3 നിർദ്ദേശങ്ങൾ പാകിസ്ഥാനെ ഏൽപ്പിച്ചു. ഇത് അമേരിക്കയ്ക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ് ഇറാന്റെ ഇനി അടുത്ത 2ാം ഘട്ട ചർച്ചയ്ക്ക് മുന്നോടിയായിട്ടുള്ള 3 നിർദ്ദേശങ്ങൾ പാകിസ്ഥാനെ ഏൽപ്പിച്ചത്. ഈ 3 നിർദ്ദേശങ്ങൾ തന്നെ അമേരിക്ക പ്രധാനമായിട്ടും എതിർക്കുന്ന വിഷയങ്ങളാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് ഒന്നാമത്തെ കാര്യം, ഇറാനെ ഇപ്പോഴാണെങ്കിലും ഭാവിയിലാണെങ്കിലും ഒരു തരത്തിലും ആക്രമിക്കാൻ പാടില്ല. ഈ വിഷയം സമ്മതമാണെങ്കിൽ ഹോർമുസ് കടലിടുക്കിലുള്ള US ഉപരോധം അവസാനിപ്പിക്കണം. US ഉപരോധം അവസാനിപ്പിച്ചാൽ മാത്രം ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കും. മാത്രമല്ല ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ടോൾ പിരിക്കുന്ന ഒരു നടപടി തുടങ്ങിയിട്ടുണ്ട്. അതിന് മാറ്റം വരികയുമില്ല എന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. പിന്നെ 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറാന്റെ ആണവ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ്. ഇറാന് ഇപ്പോൾ യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള അവകാശം തരണം. ഇറാൻ ആണവായുധം നിർമ്മിക്കുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ പാടില്ല. ഇത്തരം നിർദ്ദേശങ്ങളാണ് ഇറാൻ സമർപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് തന്നെ അമേരിക്ക മുൻപ് പല ആവർത്തി എതിർത്തിട്ടുള്ള വിഷയങ്ങളാണ് ഇറാൻ നിലവിൽ ഒരു ചർച്ചയുടെ ഉപാധികളായി സമർപ്പിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും വിഷയം പാകിസ്ഥാൻ US-ന് കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ 3 പോയിന്റ്സും ട്രംപ് തൻ്റെ ദേശീയ ഉപദേഷ്ടാക്കരുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വിവരമുള്ളത്. വിഷയത്തിൽ ഇതുവരെ US പ്രസിഡന്റ് ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ വൈറ്റ് ഹൗസിലുള്ള ചില ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് US-ലെ ചില മാധ്യമങ്ങൾ ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. ഈ റിപ്പോർട്ടിലാണ് ട്രംപിന് ഈ 3 നിർദ്ദേശങ്ങളിലും എതിർപ്പുള്ളതായിട്ട് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം മാത്രമാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. അതിൽ കരോലിൻ ലെവിറ്റ് പറയുന്നത് ട്രംപ് ഇപ്പോഴും തൻ്റെ ദേശീയ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായിട്ടും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ ഒരു ഇറാന്റെ നിർദ്ദേശങ്ങളിലുള്ള വിശദമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം മാത്രമേ ട്രംപ് നേരിട്ട് ഒരു തീരുമാനം അറിയിക്കുകയുള്ളൂ എന്നാണ് കരോലിൻ ലെവിറ്റ് പറഞ്ഞത്. എന്തായാലും ഇപ്പോഴും ട്രംപിന് അതൃപ്തിയുണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിനിടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം റഷ്യയിൽ സന്ദർശനം നടത്തിയിരുന്നു. റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ആ ചർച്ചകളെ തുടർന്ന് റഷ്യ ഇറാന് പൂർണ്ണ പിന്തുണ അറിയിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇറാനിലെ ജനത സമാനതകളില്ലാത്ത ദുരിതമാണ് നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദുരിതത്തിൽ റഷ്യ ഇറാനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ട്. ഇറാന് പൂർണ്ണ പിന്തുണ ഞങ്ങൾ ഉറപ്പു നൽകുന്നതായിട്ടും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. മാത്രമല്ല ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമനയുടെ സന്ദേശം തനിക്ക് കഴിഞ്ഞ ആഴ്ച ലഭിച്ചതാണ്. ഇതിൽ വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള സന്തോഷം താൻ പ്രകടിപ്പിക്കുന്നതായിട്ടും പുടിൻ പറഞ്ഞിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി റഷ്യയുടെ ഈ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ ഇപ്പോൾ UN-ൽ ഒരു സുരക്ഷാ സമിതി യോഗവും കൂടി ഇപ്പോൾ ചേർന്നിരുന്നു. ഇത് ബഹ്റൈൻ്റെ പ്രത്യേക അപേക്ഷയെ മാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സുരക്ഷാ സമിതി യോഗം ചേർന്നത്. പക്ഷേ ഈ യോഗത്തിൽ പ്രത്യേകം പ്രമേയമൊന്നും പാസ്സാക്കപ്പെട്ടിട്ടിരുന്നില്ല. മുൻപ് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ ബഹ്റൈൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ഒരു UN രക്ഷാസമിതി യോഗം ചേർന്നിരുന്നു. അന്ന് ബഹ്റൈൻ്റെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങൾ ഒരു പ്രമേയം അവതരിപ്പിച്ചതാണ് ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ വേണ്ടി. പക്ഷേ ഇത് ഏകപക്ഷീയമാണെന്ന് പറഞ്ഞുകൊണ്ട് റഷ്യയും അതുപോലെ ചൈനയും ഇത് വീറ്റോ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വീറ്റോ സാധ്യതകളുള്ളത് കാരണം തന്നെയാണ് മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ നിലവിൽ പ്രമേയം അവതരിപ്പിക്കാത്തത്. എന്തായാലും അതിൽ തന്നെ അജയ്, ഇപ്പോൾ മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം എന്നതിനപ്പുറത്ത് ഹോർമുസ് കടലിടുക്ക് തുറന്നു കിട്ടുക, അതാണല്ലോ ലോകത്തിലെ എണ്ണക്കടത്തിൻ്റെ 20% കടന്നു പോകുന്ന പാതയാണത്. അതുകൊണ്ട് തന്നെ അവിടെ ചുങ്കം ചുമത്തും എന്ന നിലപാട് ഇറാൻ നേരത്തെ ആവർത്തിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് ലോകരാഷ്ട്രങ്ങളും ഈ വിഷയത്തെ ഏത് നിലയിലാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ച് ഈ 10 നിർദ്ദേശങ്ങളടക്കം മുന്നോട്ട് വയ്ക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ ഒരു പൊതു അഭിപ്രായം കൂടി ഇതിൽ ബാധകമാകുമല്ലോ.
തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇക്കാര്യത്തിൽ അമേരിക്കയുടെ ഒരു നിലപാട് തന്നെയാണ് ഏറ്റവും പ്രധാനം. ട്രംപാണ് ഈ വിഷയത്തിൽ ചർച്ച നടത്തുന്നത്. മറ്റ് രാജ്യങ്ങളെല്ലാവരും ഇറാനുമായിട്ട് സംസാരിച്ച് അവരുടേതായിട്ടുള്ള നയതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ ഇന്ത്യ ആണെങ്കിലും ഇറാനുമായിട്ട് ചർച്ച നടത്തിയതിനെ തുടർന്ന് ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിൽ ടോൾ ഏർപ്പെടുത്തില്ല എന്നൊരു നിലപാട് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇറാന്റെ ഇന്ത്യയിലെ അംബാസഡർ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. മാത്രമല്ല റഷ്യക്ക് ടോൾ ഏർപ്പെടുത്തില്ല എന്നുള്ള ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പരാമർശമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പല രാജ്യങ്ങളും ഈ ഹോർമുസ് കടലിടുക്ക് തുറന്നു കിട്ടുകയാണെങ്കിൽ അതുവഴിയുള്ള തങ്ങളുടെ ഗതാഗതം സുഗമമായി നീക്കാൻ വേണ്ടി ഇറാനുമായിട്ട് ചർച്ചകൾ നടത്തുകയായിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഭീഷണിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ മറ്റ് രാജ്യങ്ങളെല്ലാവരും ഇറാനുമായി ഒരു സമവായത്തിലെത്തിയാലും US-ന്റെയും ഇസ്രായേലിന്റെയും കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്ക് വഴി ഇറാൻ സുഗമമായിട്ടുള്ള യാത്ര അനുവദിക്കാൻ സാധ്യതകൾ കുറവാണ്. അതോടൊപ്പം ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇസ്രായേൽ ഹൂതി വിമതരെ തീർത്തുകളയും എന്നത് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴിതാ ലെബനനിൽ ആക്രമണം തുടരുക തന്നെയാണ്. അതായത് വെടിനിർത്തലിന് ശേഷം പോലും 40ഓളം പേർ കൊല്ലപ്പെട്ടു എന്നതാണല്ലോ വിവരം. തീർച്ചയായിട്ടും. ഇപ്പോൾ വെടിനിർത്തൽ ലെബനനിൽ നിലവിൽ വന്നത് ഏപ്രിൽ 17-നാണ്. ഏപ്രിൽ 17 മുതൽ ഇതുവരെയുള്ള കണക്കെടുത്ത് നോക്കിയാൽ അതിനുശേഷം മാത്രം ഏതാണ്ട് 40ഓളം പേർ വിവിധ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും മേഖലയിൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് വിവരം ലഭിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ഇസ്രായേലിന്റെ പോരാട്ടം അത് കനത്ത രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. മേഖലയിൽ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളതായിട്ടാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത്. ഇതിനെ തുടർന്ന് പല എയർ സ്ട്രൈക്കുകളാണെങ്കിലും അതുപോലെ നേരിട്ടുള്ള റെയ്ഡുകളാണെങ്കിലും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളിൽ ഹിസ്ബുള്ള ചില പ്രത്യാക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനെ തുടർന്ന് എല്ലാം രൂക്ഷമായിട്ടുള്ള ആക്രമണമാണ് മേഖലയിൽ നിലനിൽക്കുന്നത്. എന്തായാലും 3 ആഴ്ചത്തെ വെടിനിർത്തലാണ് ലെബനനുമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ലെബനൻ സർക്കാരിന് ഹിസ്ബുള്ള സേനയ്ക്ക് മേൽ യാതൊരു നിയന്ത്രണവും ഇല്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇസ്രായേൽ നിലവിലുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ നടത്തുന്നത്. എന്തു തന്നെയാണെങ്കിലും ലോകം ഉറ്റുനോക്കുകയാണ്. പ്രത്യേകിച്ച് ലോക സമ്പദ്ഘടനയെ, സമ്പദ്ക്രമത്തെ തന്നെ വലിയ തോതിൽ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിനോടകം തന്നെ യുദ്ധം. ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ എപ്പോഴാണ് സമാധാനം പുലരുക എന്നത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ബിഗ് ബോസ് താരവും നടനുമായ ഷിയാസ് കരീമിനെതിരെ പരാതി നൽകിയ യുവതി ഒരു ഓഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. അതെന്ത് എന്നതുകൂടി നമുക്ക് നോക്കാം ഇടവേളയ്ക്ക് ശേഷം. ബിഗ് ബോസ് താരവും നടനുമായ ഷിയാസ് കരീമിനെതിരെ പോലീസ് കേസ് എടുത്തു. ബിസിനസ് പങ്കാളിയായ യുവതിയുടെ പരാതിയിൽ ആണ് കേസ് എടുത്തത്. 49 ലക്ഷം രൂപയോളം തട്ടിയെടുത്തുവെന്നും പണം തിരികെ ചോദിച്ചപ്പോൾ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പരാതി നൽകിയിട്ടുണ്ട്. അതിനിടെ ഷിയാസുമായുള്ള ഓഡിയോ യുവതി പുറത്തുവിട്ടിട്ടുണ്ട്. ഷിയാസ് പലതവണയായി യുവതിയിൽ നിന്നും പണം ആവശ്യപ്പെടുന്നതായാണ് ഓഡിയോയിൽ ഉള്ളത്. വർക്ക് എടുക്കുന്നുണ്ട്, പിന്നെ എക്യുപ്മെന്റ്സിന് അഡ്വാൻസ് കൊടുക്കണം. അങ്ങനെ കോയമ്പത്തൂരിലും പോകേണ്ടി വരും ചിലപ്പോൾ നോമ്പിന്. മറ്റേത് കിട്ടുകയാണെങ്കിൽ അയക്കട്ടെ. എനിക്ക് ഈ 1 പിന്നെ 10 തന്നായിട്ടാ ഒരുമിച്ച് തന്നാൽ മതി, അല്ലെങ്കിൽ പണി പാടും. അക്കൗണ്ടിലും വേണ്ട, മറ്റൊന്ന് തന്ന കയ്യിൽ പണിക്കാശ് പടപെടാന്ന് പണിയും ചെയ്ത് തീർക്കാലോ. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എൻ്റെ മരണം വരെ ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. മരിച്ചു പിന്നെ നമ്മൾ ആരും ശല്യപ്പെടുത്തില്ല. അതിനിടെ പീഡനക്കേസിൽ മറുപടിയുമായി ഷിയാസ് കരീം രംഗത്തെത്തി. പരാതി നൽകിയ സ്ത്രീക്ക് 60 വയസ്സുണ്ട് എന്നും അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യം തനിക്കില്ല എന്നുമാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഷിയാസ് പറയുന്നത്. എൻ്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതാട്ടോ. ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് വേറെ. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 വർഷമായി. എനിക്കൊരു കുട്ടിയുണ്ട്. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളായിട്ട് ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടിയുള്ളൂ. കാരണം ഇതിന് മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളാണ്. പിന്നെ ഈ സ്ത്രീക്ക് 10 വയസ്സുണ്ട്. അതുപോലെ എൻ്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ളൊരു സ്ത്രീയാണ്. എൻ്റെ കല്യാണത്തിനും എൻ്റെ എല്ലാ പരിപാടിക്കും, എൻ്റെ റിസപ്ഷൻ, എൻ്റെ അബുദാബിയിലെ പരിപാടിക്ക് എല്ലാ പരിപാടിയും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. അവരെ പിന്നെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല, കാര്യം ഇപ്പോൾ കേസ് നിൽക്കല്ലേ. എനിക്ക് എഫ്ഐആർ ഒട്ടും അറിയില്ല. കേട്ടോ, ഇത് ഞാനൊരു ഇതാട്ടോ ഒരു ക്ലിയർ പറഞ്ഞാണ്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയിൽ നിന്നും
എൻ്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണ്ണം വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ പെങ്ങളിൽ നിന്ന് വാങ്ങിച്ചു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. കാരണം എൻ്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശും ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എൻ്റെ ഉമ്മാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പെങ്കജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതും ഓക്കെ. ഇതിന് മുമ്പേ ഇവർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ, ഞാൻ അവരത് കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോൾ ഇവരെൻ്റെ പേരിൽ ഇപ്പോൾ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ ഇതിന് മുമ്പ് ഒരു സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ് കള്ളക്കേസിൽ. അപ്പോൾ ഇത് ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഇതിലെനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഇതിന് ഒരു ക്ലാരിറ്റി പറയുകയാണെങ്കിൽ, കാര്യം ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ചെറിയ പെണ്ണൊന്നല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, 10 എൻ്റെ ഉമ്മയുടെ പ്രായമുണ്ട്. അപ്പോൾ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നാണ്. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നവമി, ഇതിൽ ഷിയാസ് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, ഷിയാസിന് നേരത്തെയും ഇത്തരത്തിലൊരു പരാതി നേരിടേണ്ടതായി വന്നിട്ടുണ്ട്, അത് കള്ളപ്പരാതിയാണ് എന്ന്. ഇവിടെ ഷിയാസ് സൂചിപ്പിക്കുന്നത് സാമ്പത്തികമായ ഇടപാടുണ്ട് എന്ന് ഷിയാസ് പറയുന്നു. അതിൻ്റെ കാരണം കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഉമ്മയിൽ നിന്നും സഹോദരിയിൽ നിന്നുമൊക്കെ ഇവർ പണം കൈപ്പറ്റിയിരുന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് തിരിച്ച് അക്കൗണ്ടിലേക്കൊക്കെ പണം ഇട്ടത് എന്നതാണ്. അതിൻ്റെ വസ്തുതയൊക്കെ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അതിനിടെയാണല്ലോ ഈ യുവതി ഒരു ഓഡിയോ സന്ദേശമടക്കം പുറത്തുവിട്ടത്. ഒരു പക്ഷേ ഈ തരത്തിൽ ഷിയാസ് ഈ ആരോപണങ്ങൾ നിഷേധിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണോ ഈ ഓഡിയോ സന്ദേശം പുറത്തുവിട്ടിട്ടുള്ളത്? അഭിലാഷ്, ഇന്നലെ രാവിലെയോടുകൂടിയാണ് ഈ സ്ത്രീ പോലീസിന് പരാതി നൽകിയത്. പാലാരിവട്ടം പോലീസിനാണ് പരാതി നൽകിയത്. അതിനുശേഷം മാധ്യമങ്ങളുമായി ഷിയാസ് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ ഷിയാസ് പറയുന്ന മറുപടി, ആദ്യം പറഞ്ഞത് തനിക്ക് ഈ സ്ത്രീയെ അറിയില്ല എന്നാണ്, ആരാണ് പരാതിക്കാരി എന്ന് അറിയില്ല എന്നാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു, പക്ഷെ തന്റെ ചില സ്വകാര്യ കാര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ സ്റ്റേഷനിൽ ഹാജരാകാൻ കഴിയില്ല എന്നുള്ള മറുപടിയായിരുന്നു ആദ്യം തന്നത്. രണ്ടാമത് പറഞ്ഞത് ഈ സ്ത്രീ തനിക്കാണ് പൈസ തരാനുള്ളത്, തന്റെ മാതാവിന്. അതായത് ഇപ്പൊ നമ്മൾ ഷിയാസിന്റെ ഇൻസ്റ്റഗ്രാമിൽ കൂടി ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു ഷിയാസ്. അതിൽ പറയുന്നത് കാര്യം തന്നെയാണ് മാധ്യമങ്ങളോട് ഇന്നലെയും ഷിയാസ് പറഞ്ഞത്. തന്റെ മാതാവിൽ നിന്നും ഭാര്യയിൽ നിന്നും സഹോദരിയിൽ നിന്നുമാണ് ഇവരാണ് പൈസ വാങ്ങിയത്. ചില ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് താൻ ആ സ്ത്രീയെ ലൈംഗികമായി ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ തന്റെ മാതാവിനെ പോലെയാണ് ആ സ്ത്രീയെ കണക്കാക്കുന്നത് എന്നീ തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ഷിയാസ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിനെ തുടർന്നാണ് ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയ ഓഡിയോ സന്ദേശങ്ങളടക്കം യുവതി ഈ സ്ത്രീ ഇന്ന് പുറത്തുവിട്ടത്. അതിൽ കൃത്യമായി ഈ സ്ത്രീയും അതോടൊപ്പം തന്നെ ഷിയാസും തമ്മിലുള്ള ബന്ധം അത് ഏത് വിധേയനെയാണെന്ന് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഷിയാസിന്റേതെന്ന് പറയുന്ന ഓഡിയോ ആണ് യുവതിയാണ്, ഈ സ്ത്രീയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ആദ്യം പറയുന്നത് ഈ തനിക്ക് 10 ലക്ഷം രൂപ വേണം, അതായത് ജിമ്മിന്റെ നവീകരണത്തിന് വേണ്ടി 10 ലക്ഷം രൂപ വേണം. അത് പിന്നീട് വേറെ കുറച്ച് പണം ചോദിക്കുന്നുണ്ട്. ആ ഓഡിയോ ഒരു 17 മിനിറ്റോളം വരുന്നൊരു ഓഡിയോ ആണ്. അതിന്റെ പൂർണ്ണ രൂപം കേട്ട് കഴിഞ്ഞാൽ കൂടുതൽ പണം ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് വെച്ച് തന്നാൽ മതി, നേരിട്ട് കാണുമ്പോൾ തന്നാൽ മതി, അക്കൗണ്ടിലേക്ക് ഇത്രയും അധികം പണം വരുമ്പോൾ അത് പിന്നീട് വലിയ ചോദ്യമാകും, അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നേരിട്ട് തന്നാൽ മതി. അതോടൊപ്പം തന്നെ ഈ സ്ത്രീയുടെ മറ്റൊരു സുഹൃത്തിൽ നിന്നും പണം ആവശ്യപ്പെടാനൊക്കെ ഷിയാസ് പറയുന്നതും ഈ ഓഡിയോ സന്ദേശത്തിൽ കേൾക്കാം. അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പരാതിയിലടക്കം ഈ സ്ത്രീ പറയുന്നത് തന്നെ ആജീവനാന്തം നോക്കാമെന്ന് വാക്ക് തനിക്ക് ഷിയാസ് തന്നിരുന്നു. ആ സമയത്ത് ഷിയാസ് വിവാഹിതനായിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ തമ്മിൽ കണ്ടുപിട്ടത്. 2018 ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത്. തന്നെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തിക ഇടപാട് വരെ ഷിയാസുമായി നടത്തിയതെന്നാണ് ഈ സ്ത്രീ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. പക്ഷേ ഷിയാസ് വിവാഹം കഴിച്ചു. ആ വിവാഹ സമയത്ത് പോലും തന്റെ കയ്യിൽ നിന്നും പണം ഷിയാസ് വാങ്ങിയിരുന്നു എന്നുകൂടി പരാതിയിൽ പറയുന്നുണ്ട്. പിന്നീട് തന്നെ ഒഴിവാക്കുകയാണെന്ന് മനസ്സിലായതോടുകൂടിയാണ് അങ്ങനെയാണെങ്കിൽ തന്റെ പണം തിരികെ തരാനായി ആവശ്യപ്പെട്ടത്. 49 ലക്ഷം രൂപയാണ് പലപ്പോഴായി ഈ സ്ത്രീയിൽ നിന്നും ഷിയാസ് തട്ടിയെടുത്തത്. ആ പണം തിരികെ നൽകാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ഷിയാസ് തന്നെ ഒഴിവാക്കിയതെന്ന് മനസ്സിലായി. തുടർന്നാണ് പരാതിയുമായി പോലീസിനെ സമീപിക്കുവാനായി തീരുമാനിച്ചതെന്ന് കൂടിയാണ് സ്ത്രീ പറയുന്നത്. ഇവർ തമ്മിലുള്ള ഈ 49 ലക്ഷത്തിന്റെയും ട്രാൻസാക്ഷൻ ഇടപാടുകളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ തെളിവായി നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ കോഴിക്കോട് എവിടെയാണ് ഇവർ കണ്ടുമുട്ടുന്നത്, വിദേശത്തടക്കം ഇവർ ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട്. കോഴിക്കോടും ഇവർ ഒരു വീടെടുത്ത് അവിടെ താമസിച്ചിരുന്നു എന്നുകൂടി യുവതി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പാലാരിവട്ടം പോലീസ് ഇത് കോഴിക്കോട് പോലീസിന് കൈമാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ നവമി അതിലാണ് ഒരു ക്ലാരിറ്റി വരുത്തുന്നു എന്ന നിലയിൽ ഷിയാസിന്റെ
സംഭാഷണം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഈ പുറത്തുവിടുന്ന ഓഡിയോ സന്ദേശമാകട്ടെ AI കാലഘട്ടം ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വ്യാജമാണോ ഒറിജിനലാണോ എന്നൊന്നും അറിയില്ല. അത് പോലീസ് സ്ഥിരീകരിക്കട്ടെ. പക്ഷേ ഷിയാസ് പറയുന്നതും ആ ഓഡിയോയും തമ്മിൽ ഏറ്റവും പ്രകടമാകുന്ന വ്യത്യാസം, ഷിയാസ് 10 ലക്ഷം രൂപ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നീട് പണം ഈ സൂചിപ്പിക്കുന്ന പോലെ അക്കൗണ്ടിൽ തരേണ്ടതില്ല, അയാൾക്ക് എന്തൊക്കെയോ പർച്ചേസിങ്ങിന് പോകേണ്ടതുണ്ട്, അത് ജിമ്മിലേക്കുള്ള സാധനങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സൂചിപ്പിക്കുന്ന പോലെ ഷിയാസ് പറയുന്നത് പോലെ നേരത്തെ സ്വർണം വാങ്ങിയതിൻ്റെ പണം തിരികെ ആവശ്യപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ നിലയിലല്ല അത് ആവശ്യപ്പെടേണ്ടത്. ഇതിപ്പോൾ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പണം ചോദിക്കുന്നു എന്ന നിലയിലാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒപ്പം ടിക്കറ്റ് എടുത്ത് നൽകി എന്നൊക്കെ പറയുമ്പോൾ പണം തിരികെ നൽകുന്നതിന് പകരം ടിക്കറ്റ് എടുത്ത് നൽകി എന്നതൊക്കെ ആ ഒരു വിശദീകരണത്തിലൊരു വ്യക്തതക്കുറവ് തോന്നുന്നില്ലേ നവമി? തീർച്ചയായും അഭിലാഷ്, ഈ ഓഡിയോ സന്ദേശത്തിന്റെ പൂർണ്ണ രൂപം എടുത്തു നോക്കുമ്പോൾ അവർ തമ്മിൽ എത്രമാത്രം അടുപ്പത്തിലാണ്, അല്ലെങ്കിൽ അവർ തമ്മിൽ എത്രമാത്രം പരിചയമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം വിദേശത്തേക്ക് വരുമ്പോൾ, അതായത് ഈ സ്ത്രീ വിദേശത്ത് ഒരു ബിസിനസ് നടത്തുകയാണ്. അവിടേക്ക് വരുമ്പോൾ താമസിക്കാൻ ഇടം വേണം, അവിടെ നമുക്ക് താമസിക്കാം, അവിടെ വെച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം, അങ്ങനെയുള്ള പല സംഭാഷണങ്ങളും ഇതിലുണ്ട്. അപ്പോൾ അവർ തമ്മിൽ അത്രയേറെ അടുപ്പമാണ്. ആ അടുപ്പത്തിൽ നിന്ന് തന്നെയാണ് ഷിയാസ് ഇവരിൽ നിന്നും പൈസ വാങ്ങുന്നത് അല്ലെങ്കിൽ പണം കൈപ്പറ്റുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അതൊരു ബിസിനസ് ബന്ധം മാത്രമല്ല. ഈ സ്ത്രീ നൽകിയ പരാതിയിൽ പറയുന്ന മറ്റൊരു കാര്യം, ഈ ജിമ്മിന്റെ നവീകരണത്തിന് വേണ്ടിയിട്ട് താൻ പണം നൽകുമ്പോൾ തന്നെയും അതിലൊരു പാർട്ട്ണറാക്കി മാറ്റാമെന്ന വാഗ്ദാനമാണ് ഷിയാസ് നൽകിയതെന്നാണ്. അങ്ങനെ അത്രയേറെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ്, ഈ സ്ത്രീയെ അത്രയേറെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഷിയാസ് അവരിൽ നിന്നും പണം അപഹരിച്ചതെന്ന് നമുക്ക് ആ ഓഡിയോ സന്ദേശത്തിൽ മനസ്സിലാകും. ഷിയാസിന്റേതെന്ന് പറഞ്ഞ് യുവതി പുറത്തുവിട്ട വീഡിയോ ആണ്. അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ആധികാരികതയൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഏത് ഓഡിയോ വന്നാലും അല്ലെങ്കിൽ എന്ത് ശബ്ദരേഖ വന്നാലും അത് AI എന്ന് പറഞ്ഞാണ് പലരും ന്യായീകരിക്കുന്നത്. ഇതെന്തായാലും പോലീസ് ഇത് വിശദമായി പരിശോധിക്കുകയും ചെയ്യും. സ്ത്രീ പറയുന്നതനുസരിച്ച് തനിക്കുണ്ടായത് തന്നെ സാമ്പത്തികമായി വഞ്ചിച്ചു, അതിനപ്പുറത്തേക്ക് മാനസികമായി തനിക്ക് വലിയ വിഷമമുണ്ടായി, തന്റെ പണം മാത്രം കണ്ടുകൊണ്ട് തന്നെ കൂടെ നിൽക്കുകയും പിന്നീട് തന്നെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തതാണ് ഏറെ വേദനിപ്പിച്ചതെന്ന് കൂടിയാണ് സ്ത്രീ പറഞ്ഞു വെക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇതിലിപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസ് ഈ വിവരങ്ങൾ ശേഖരിച്ച് മുന്നോട്ട് പോവുക തന്നെയല്ലേ? അതെ, ഇപ്പൊ പാലാരിവട്ടം പോലീസ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് കേസ് എടുത്തിരിക്കുന്നത്. വഞ്ചന, ലൈംഗിക അതിക്രമം, അതോടൊപ്പം തന്നെ സാമ്പത്തിക തട്ടിപ്പ് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ സംഭവം നടന്നത് കോഴിക്കോടായതിനാൽ ചേവായൂർ പോലീസിന് ഈ കേസ് കൈമാറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഇവരുടെ സാമ്പത്തിക ഇടപാടുകളൊക്കെ വരുമ്പോൾ അതിന്റെ ബാങ്ക് അക്കൗണ്ടും മറ്റു വിവരങ്ങളും എല്ലാം കോഴിക്കോട് ചേവായൂർ പരിധിയിലാണുള്ളത്. ഇവർ താമസിച്ചു എന്ന് പറയുന്നത്, അതായത് യുവതി ഒരു വാടക വീട്ടിൽ താമസിച്ചിരുന്നു, അവിടെ ഷിയാസ് എത്തിയിരുന്നു എന്ന കാര്യം, ഇവർ രണ്ടുപേരും കൂടിയാണ് അവിടെ വാടക വീടെടുത്ത് താമസിച്ചത് എന്നീ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ കോഴിക്കോട് പോലീസിന്, ചേവായൂർ പോലീസിന് ഈ കേസ് കൈമാറാനാണ് പാലാരിവട്ടം പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ യുവതി ഉള്ളത് കൊച്ചിയിലാണ്, പാലാരിവട്ടം പരിധിയിലാണ്. അതുകൊണ്ടാണ് അവിടെ പരാതി നൽകുവാനായി തയ്യാറായതും. ഇതിന് തുടർ നടപടികളായി ചേവായൂർ പോലീസിന് കൈമാറുമെന്നാണ് പാലാരിവട്ടം പോലീസ് വ്യക്തമാക്കുന്നത്. അതിനിടെ ചിലപ്പോൾ ഷിയാസ് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. യെസ്, ഷിയാസ് ഈ ബിഗ് ബോസ് എന്ന പരിപാടിയിലൂടെ അടക്കം എല്ലാവർക്കും പരിചിതനായ ആയിട്ടുള്ള ആളാണ്. നേരത്തെയും ഷിയാസിന് എതിരെ ഇത്തരത്തിൽ ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നതും ആയിരുന്നു. ആ സമയത്ത് ഉൾപ്പെടെ അത് വ്യാജമായ പരാതി എന്ന നിലയിലാണ് ഇപ്പോൾ ഷിയാസ് കരീം പ്രതികരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതിനിടെയാണ് മറ്റൊരു പരാതി കൂടി അദ്ദേഹത്തിന് എതിരെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഓഡിയോ സന്ദേശം അടക്കം പുറത്തുവിട്ടു ഇരിക്കുകയാണ് ഇപ്പോൾ യുവതി. അതായത് ബിസിനസ് ബന്ധമോ അല്ലെങ്കിൽ കുടുംബപരമായ ബന്ധമോ പണയിടപാടുകളോ മാത്രമായിരുന്നില്ല ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത് എന്നതിൻ്റെ കൂടി തെളിവ് എന്ന നിലയിൽ ആണ് ഈ ഓഡിയോ സന്ദേശം അല്ലെങ്കിൽ സംഭാഷണ ഭാഗം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. എറണാകുളം കോതമംഗലത്ത് ആശുപത്രിയിൽ നേഴ്സിംഗ് അസിസ്റ്റന്റിന് നേരെ മർദ്ദനം. കോതമംഗലം സ്വദേശിയും നേഴ്സിംഗ് അസിസ്റ്റന്റുമായ കാളിപ്പറമ്പിൽ ജോജി ജോർജിനാണ് പരിക്കേറ്റത്. അടിപിടി കേസിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള ആളെ കാണാനെത്തിയ തൃക്കാരിയൂർ സ്വദേശി അനീഷ് ആണ് മർദ്ദിച്ചത്.
പ്രതിയായിട്ടുള്ള അനീഷിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സംഭവത്തിൽ NGO യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ പ്രതിഷേധിക്കുകയും ചെയ്തു. അകാരണമായാണ് ജോജിയെ മർദ്ദിച്ചതെന്നും പ്രതിക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കണമെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി കോതമംഗലം ഗവൺമെന്റ് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സിംഗ് അസിസ്റ്റന്റ് ശ്രീ ജോജിയെ കാഷ്വാലിറ്റിയിൽ ഒരു അടിപിടി കേസുമായി ബന്ധപ്പെട്ട് വന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാരൻ മദ്യലഹരിയിൽ ആക്രമിക്കുകയുണ്ടായി. അകാരണമായി ജോജിയെ ആക്രമിക്കാനുണ്ടായത്. അദ്ദേഹത്തിന്റെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം ചികിത്സയിലാണ്. അപ്പോൾ നമുക്കറിയാം, കാഷ്വാലിറ്റിയിലെ ജീവനക്കാർ സമ്മർദ്ദത്തിലാണ് ജോലി ചെയ്യുന്നത്. അത് വലിയ തിരക്കിലാണ് ജോലി ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ അകാരണമായി ഇത്തരം മദ്യാസക്തിയിൽ വരുന്ന ആളുകളുടെ ആക്രമണം ഉണ്ടാകുന്നത് വളരെ ദാരുണമായ ഒരു കാര്യമാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ശക്തമായ പോലീസ് നടപടി ആവശ്യപ്പെടുന്നു. പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലാണുള്ളത്. അപ്പോൾ ഇത് സാധാരണ ഒരു കേസ് പോലെയല്ല, വളരെ ഗൗരവമായ കേസാണ്. ഇത് എൻ്റെ നിയമ നടപടിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. പ്രതിക്ക് തക്കതായ ശിക്ഷ വാങ്ങി കിട്ടുന്നത് വരെ നമ്മൾ ഇതിന്റെ മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുന്നു. അകാരണമായാണ് മർദ്ദിച്ചത് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, അടിപിടി കേസിൽ പെട്ട് ചികിത്സയ്ക്ക് വന്ന ആളിന്റെ കൂട്ടിരിപ്പിനെത്തിയ ആൾ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, കഴിഞ്ഞ ദിവസം ഡ്യൂട്ടിക്കുണ്ടായിരുന്ന നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ് ജോജി ജോർജ്. അദ്ദേഹത്തെ അകാരണമായി മർദ്ദിച്ചു എന്നാണ് ഈ ജീവനക്കാർ, ആശുപത്രി ജീവനക്കാർ തന്നെ വ്യക്തമാക്കുന്നതാണ്. അതേസമയം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ സാംപോൾ എന്ന് പറയുന്ന നഴ്സിംഗ് സൂപ്രണ്ടിന്റെ, മെഡിക്കൽ സൂപ്രണ്ടിന്റെ പ്രതികരണത്തിൽ നമ്മൾ കേട്ടത് ഇങ്ങനെയാണ്. അതായത് കാഷ്വാലിറ്റി ജീവനക്കാർ വലിയ സമ്മർദ്ദത്തിലാണ് ജോലിയെടുക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾ സഹിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അത്തരം ഒരു സമ്മർദ്ദത്തിൽ ഈ ജോജി ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തോട്, അതായത് മദ്യലഹരിയിലായിരുന്നു അനീഷ് എന്നാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അത്തരം കാര്യങ്ങൾ ജീവനക്കാർ അത്തരം കാര്യങ്ങളോട് പ്രതികരിക്കുന്നില്ല. എന്നിരുന്നാലും ഇന്നലെ അവിടെ അടിപിടി കേസിൽ പരിക്കേറ്റ് എത്തിയിരുന്ന, കാഷ്വാലിറ്റിയിൽ എത്തിയിരുന്ന ആൾക്ക് കൂട്ടിരിപ്പുകാരനായി എത്തിയതാണ് ഈ തൃക്കാരിയൂർ സ്വദേശി അനീഷാണ്. മദ്യലഹരിയിലായിരുന്നു. അനീഷാണ് ഈ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിരുന്ന ജോജി ജോർജിനെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അദ്ദേഹത്തിനെ മർദ്ദിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ തലയ്ക്കും ചുണ്ടിലുമാണ് പരിക്കേറ്റത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ നേരത്തെയും ഇതുപോലെ ഈ ആശുപത്രി ജീവനക്കാർക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ വലിയ പ്രതിഷേധമായിരുന്നു സംസ്ഥാനമൊട്ടാകെ ഉണ്ടായിരുന്നത് നമുക്കറിയാം. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ NGO യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രതിക്ക് ആവശ്യമായ, അതായത് ഈ തെറ്റിന് അർഹമായ ശിക്ഷ തന്നെ നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നലെ അനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 10:30 കൂടിയാണ് ഈ ജോജിയെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. CCTV ദൃശ്യങ്ങൾ അതിൻ്റെ പുറത്തായിട്ടുണ്ട്. ആ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ജോജി മർദ്ദനത്തിന് ഇരയാകുന്ന സാഹചര്യം, അനീഷ് ജോജിയെ മർദ്ദിക്കുന്ന സാഹചര്യം വ്യക്തമാണ്. എന്തായാലും അനീഷിനെ കസ്റ്റഡിയിൽ പോലീസ് എടുത്തിട്ടുണ്ട്. തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അനീഷ് മദ്യലഹരിയിലായിരുന്നു എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ അനീഷിനെ പ്രകോപിപ്പിച്ചത്, അതോ മദ്യലഹരിയിലായിരുന്ന ഒരാളുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു റിയാക്ഷൻ എന്നുള്ള നിലയിൽ ജോജിയെ തല്ലിയതാണോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാകുന്നില്ല. എന്തായാലും ജീവനക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് കോതമംഗലം താലൂക്ക് ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും പ്രതിയെ അർഹിക്കുന്ന ശിക്ഷ നൽകുന്നത് വരെ അവർ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയുന്നത്. അഭിലാഷ്, ഇതിലിപ്പോൾ നമുക്കറിയാം, ഈ സംസ്ഥാനത്ത് ആദ്യമായിട്ടല്ല ഇപ്പോൾ വന്ദനയ്ക്കുണ്ടായ ദുരനുഭവമൊക്കെ കേരളമേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആശുപത്രി ജീവനക്കാരുടെ സുരക്ഷ ഇപ്പോഴും ചോദ്യചിഹ്നമായി മാറുന്നു എന്നതുമാണ്. ഇതിലിപ്പോൾ ഈ പരിക്കേറ്റ നഴ്സിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയെന്നതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, ഗുരുതരമായ പരിക്കല്ല ജോജിക്ക് ഏറ്റത്. എന്നിരുന്നാലും തലയ്ക്കും ചുണ്ടിനും പരിക്കുണ്ട്. അദ്ദേഹം നിലവിൽ ചികിത്സയിൽ തന്നെയാണ്. അത്തരത്തിലുള്ളൊരു സാഹചര്യമൊക്കെ തരണം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതിലും ഗുരുതരമായ പരിക്കല്ല ജോജിക്ക് ഏറ്റത് എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം അവിടെ തന്നെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ തന്നെ ചികിത്സയിലുണ്ട്. ആശുപത്രി വിട്ടിട്ടില്ല. പക്ഷേ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഇത്തരം ഈ വിരലിലെണ്ണാവുന്ന സംഭവങ്ങളല്ല ഇങ്ങനെ ആശുപത്രി ജീവനക്കാർക്കെതിരെ ഉണ്ടാകുന്നത്.
മോഹൻദാസിൻ്റെ മരണം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അത്തരം ഈ ഒരു വലിയ ക്രൈസിസാണ് ഇത്തരത്തിൽ ഈ ആശുപത്രി ജീവനക്കാർ നേരിടുന്നത്. പ്രത്യേകിച്ചും ഈ പറയുന്നത് സർക്കാർ ആശുപത്രി മേഖലയിലുള്ള ആളുകൾ, ചിലപ്പോൾ സ്വകാര്യ ആശുപത്രി മേഖലയിലുള്ള ആളുകൾക്ക് അവരുടെ ജീവനക്കാരൊക്കെ അത്തരത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ ആശുപത്രി അധികൃതർ അവരെ സപ്പോർട്ട് ചെയ്യാനോ ഒക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാൽ പോലും സർക്കാർ ആശുപത്രിയിൽ ഇത്തരത്തിൽ അവിടുത്തെ ജീവനക്കാർ അവിടെ ചികിത്സയ്ക്കെത്തുന്നവരുടെ ഭാഗത്തു നിന്നും അവർക്ക് വർധനമുണ്ടാകുന്നത്, അത് അവരെ കൈവയ്ക്കാം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നതാണ് പ്രതിഷേധാർഹം. അതുതന്നെയാണ് ഇവിടെ ആശുപത്രി ജീവനക്കാരും ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഇവർക്ക് അത്യാഹിത വിഭാഗത്തിലുള്ള ആളുകളാണ്, അവരത്രയധികം ക്രൈസിസിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അവരോട് ബഹളമുണ്ടാക്കുകയും ഈ മദ്യപിച്ച് ബഹളമുണ്ടാക്കുകയും ഈ കാഷ്വാലിറ്റിയിൽ തന്നെ ചികിത്സയിലിരുന്ന ആളെയാണ് കാണാൻ എത്തിയ ആളാണ് അനീഷ്. അങ്ങനെ ഒരു എന്തായാലും കോതമംഗലത്തെ ആശുപത്രിയിലാണ് ഇങ്ങനെ ജീവനക്കാരന് മർദ്ദനം ഏൽക്കുന്നത്. ആ കേസിൽ പ്രതിയായിട്ടുള്ള അനീഷിന് പിടികൂടിയിട്ടുണ്ട്. എന്തായാലും ആ മർദ്ദനമേറ്റ ജീവനക്കാരന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരം എന്നതാണ് ആശ്വാസകരം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ വിവിധ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുകയാണ്. സമരാനുകൂലികൾ സംസ്ഥാനത്തെ വ്യാപകമായി തന്നെ വാഹനങ്ങൾ തടഞ്ഞു. പലയിടത്തും സംഘർഷ സമാനമായ സാഹചര്യം ഉണ്ടായി. അതേസമയം VIT എൻട്രൻസ് പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികൾ വലഞ്ഞു. കോട്ടയം തിരുനക്കരയിൽ ആംബുലൻസ് അടക്കമുള്ളവ കുടുങ്ങി. പത്തനംതിട്ടയിലും വ്യാപകമായി വാഹനങ്ങൾ തടഞ്ഞു. അടൂരിൽ യാത്രക്കാരെ സമരാനുകൂലികൾ തടഞ്ഞത് പ്രതിഷേധത്തിന് ഇടയാക്കി. നാളെ എന്റെ ജീവൻ ഇല്ലാതാവുമെന്ന് എനിക്ക് ഉറപ്പ് എന്താ? എനിക്ക് ഉറപ്പ് ഓരോർപ്പുമില്ല. എവിടെയായാലും ഞാൻ തുറന്നു പറയുന്നത് ഞാൻ തുറന്നു പറഞ്ഞിരിക്കും. ഹർത്താലുകാരോട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാം. അവര് ചെയ്യട്ടെ. നാളെ ഒരു കാലത്ത് നമുക്ക് അവർക്ക് ഇതുപോലെ സാഹചര്യങ്ങൾ. തിരുവനന്തപുരത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ അടക്കം KSRTC ബസ്സുകൾ തടഞ്ഞു. MG റോഡിലെ മുഴുവൻ കടകളും സമരക്കാർ അടപ്പിച്ചു. കോഴിക്കോട് പലയിടത്തും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ടായി. ഇടുക്കിയിലും ഹർത്താൽ അനുകൂലികൾ വ്യാപകമായി വാഹനങ്ങൾ തടഞ്ഞു. എറണാകുളം നഗരപരിധിയിൽ ഹർത്താൽ ബാധിച്ചിട്ടേയില്ല. വടക്കൻ ജില്ലകളിലും പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, തീർച്ചയായും നിതിൻ രാജിന്റെ മരണം കേരളത്തിന്റെ മനസാക്ഷി ഒന്നടങ്കം വേദനിപ്പിച്ച ഒന്ന് തന്നെയാണ്. അതിലാർക്കും അഭിപ്രായ ഭിന്നതയുണ്ടാകില്ല. ഈ ഹർത്താൽ അനുകൂലികൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിരുന്നത് ആരെയും അങ്ങനെ നിർബന്ധിച്ച് തടയില്ല എന്ന് തന്നെയാണ്. ഇതിപ്പോൾ ഈ കൈക്കുഞ്ഞുമായി ആശുപത്രിയിലേക്കൊക്കെ പോകുന്നവരെ ഉൾപ്പെടെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ചിലരെ ബലം പ്രയോഗിച്ച് തടയുന്ന സാഹചര്യവുമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ചത്. അരുൺ, അഭിലാഷ്, പ്രതീക്ഷയിലും ശക്തമായിരുന്നു ഹർത്താൽ. പലയിടത്തും അക്രമ സംഭവങ്ങളിലേക്ക് തന്നെ കാര്യങ്ങൾ മാറി. ആരെയും നിർബന്ധിച്ച് തടയില്ല, കടകൾ അടപ്പിക്കില്ല എന്നൊക്കെയായിരുന്നു സമരാനുകൂലികൾ പറഞ്ഞത്. പക്ഷേ ഇത് രാവിലെ മുതൽ തന്നെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലടക്കം ബസ്സുകൾ തടഞ്ഞുകൊണ്ടാണ് തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും ഹർത്താൽ അനുകൂലികൾ തെരുവിലിറങ്ങിയത്. ആശുപത്രിയിൽ പോകാനെത്തിയ ആളുകളെ പറഞ്ഞു. അതിനുശേഷം കടകൾക്ക് നേരെയായിരുന്നു പ്രധാന പ്രതിഷേധം. കടകളെല്ലാം അടപ്പിച്ചു. MG റോഡിൽ സാധാരണ പ്രധാനപ്പെട്ട മുന്നണികളുടെ ഹർത്താൽ നടക്കുമ്പോഴൊക്കെ പ്രവർത്തിക്കുന്ന കടകൾ പോലും അടപ്പിച്ചു. വലിയ ഷോപ്പിംഗ് മാളുകൾ പലതും സമരാനുകൂലികൾ ഈ കടയടക്കാൻ തയ്യാറാകാത്തവരെ കയ്യേറ്റാൻ ചിലർ മുതിർന്നു. പലയിടങ്ങളിലും അത് സംഘർഷാവസ്ഥ ഉണ്ടാക്കി. വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നെങ്കിലും പോലീസ് കാര്യമായി
ഈ വിഷയങ്ങളൊന്നും ഇടപെട്ടില്ല. സമരക്കാരെ വലിയ സംഘർഷത്തിലേക്ക് പോകുമ്പോൾ പിന്തിരിപ്പിക്കാൻ അപ്പുറത്തേക്ക് പോലീസ് നടപടികളിലേക്കൊന്നും പോയിട്ടില്ല. വലിയ രീതിയിലാണ് പലയിടത്തും പ്രവർത്തകർ സംഘടിച്ചെത്തി സർക്കാർ സ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളും കൺസ്യൂമറിന്റെയും KCBയുടെ ഓഫീസുകളും ബാങ്കുകളും ഒക്കെ അടപ്പിക്കാൻ സമരക്കാർ വലിയ താല്പര്യം കാണിച്ചിരുന്നു. അങ്ങനെ വലിയ ജനജീവിതത്തെ രാവിലെ ഗതാഗത സംവിധാനങ്ങളൊക്കെ തടഞ്ഞെങ്കിലും പിന്നീട് അത്തരം നടപടികളിലേക്ക് പോയില്ല. പകരം വാണിജ്യ സ്ഥാപനം കേന്ദ്രീകരിച്ചായിരുന്നു പ്രതിഷേധങ്ങൾ ഏറെയും. രാവിലെയൊക്കെ ഈ ഗതാഗതം ഇല്ലാത്ത ബാധിച്ചു. അതിനുശേഷം കടകളിൽ പ്രവർത്തിക്കാത്താണ് ജനങ്ങളെ വലച്ചത്. പലയിടത്തും ഈ സമരം അത്ര ശക്തമായിരുന്നു പൊതുവിലുള്ള വിവരവും റിപ്പോർട്ടുകളും ഒക്കെ. അതുകൊണ്ട് തന്നെ ആളുകൾ സാധാരണ ഹർത്താൽ ദിനത്തിൽ എടുക്കുന്ന ഒരു മുൻകരുതൽ സ്വീകരിച്ചില്ലാത്തതും ജനജീവിതത്തെ ബാധിച്ചു. പ്രധാനപ്പെട്ട നഗരകേന്ദ്രങ്ങളിൽ ആണ് ഈ ഹർത്താൽ ബാധിച്ചത്. അത് മാത്രമല്ല, എൻട്രൻസ് പരീക്ഷയൊക്കെ എഴുതാൻ പോകുന്ന കുട്ടികളെ തടസ്സപ്പെടുത്തുന്നു. ഒന്നുകിൽ ആ എൻട്രൻസ് പരീക്ഷ മാറ്റിവെക്കണമായിരുന്നു അധികൃതർ, അതല്ല എങ്കിൽ അവർക്ക് പോകാൻ അനുവാദം നൽകണമായിരുന്നു. ആ നിലയിലുള്ള പ്രതിഷേധമല്ല നടന്നത് എന്നതാണ് ഇത്തരത്തിൽ വ്യാപകമായ പരാതി ഉയരാൻ കാരണം. അതേസമയം ഇന്ന് ഹർത്താൽ നടക്കുമ്പോൾ പോലും നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഡോക്ടർ MK റാമിൻ്റെ അറസ്റ്റ് ഉണ്ടായിട്ടില്ല. ഇയാളെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. റാം ആന്ധ്രയിൽ ഒളിവിൽ ആണ് എന്നതാണ് വിവരം. റാമിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി തള്ളിയിരുന്നു. അതേസമയം മറ്റൊരു പ്രതിയായ ഡോക്ടർ KT സംഗീത നമ്പ്യാർ ഇന്നലെ പോലീസിന് മുന്നിൽ ഹാജരാവുകയും ചെയ്തു. കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് ഡോക്ടർ സംഗീത ഹാജരായത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടുകയും ചെയ്തു. കേസിൽ അന്വേഷണം തുടരുകയാണ് എന്നതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം. KV ബൈജു ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, ഈ സംഗീതയെയും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചിരുന്നില്ല, പക്ഷേ മുൻകൂർ ജാമ്യം ലഭിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കീഴടങ്ങുകയും ചെയ്തു. അപ്പോൾ പോലീസിന്റെ നിരീക്ഷണ വലയത്തിലോ അവരുടെ സ്വാധീന മേഖലയിലോ തന്നെ ഇവർ തുടർന്നു എന്നതാണല്ലോ മനസ്സിലാക്കേണ്ടത്. പക്ഷേ റാമിനെയും പിടികൂടാൻ സാധിക്കുന്നില്ല. അത് വലിയ തോതിൽ വിമർശനത്തിന് വഴിവെക്കുന്നുണ്ട് ബൈജു. അതെ അഭിലാഷേ, ഏപ്രിൽ 10-നാണ് നിതിൻ രാജ് ഇത്തരത്തിൽ മരണപ്പെടുന്നത്. പിന്നീട് 16 ദിവസത്തിന് ശേഷമാണ് ഈ MK റാം എന്ന് പറയുന്ന അധ്യാപകനെ ജാമ്യം കോടതി തള്ളുന്നത്. ഇപ്പോൾ 18 ദിവസമായിരിക്കുന്നു റാമിനെ പിടികൂടാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇദ്ദേഹം ആന്ധ്രയിലുണ്ടെന്ന് നേരത്തെ തന്നെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. പക്ഷേ പോലീസ് ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് ചെയ്യാനോ ഒന്നും വലിയ തോതിലുള്ള ഒരു രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രതികളെ സംരക്ഷിക്കുന്നത് എന്ന ചോദ്യം വലിയ തോതിൽ ഉയരുന്നു. അത്രത്തോളം വലിയ പ്രതിഷേധമായിരുന്നു. അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് സംബന്ധിച്ച് ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെട്ട് നിരന്തരം സമരം നടത്തിയിട്ടും പോലീസിന് ഒരു കുലുക്കവുമില്ല എന്ന് പറയേണ്ടി വരും. എന്തായാലും ഇന്ന് വലിയ പ്രതിഷേധമാണ് ആളിക്കത്തി എന്ന് പറയേണ്ടി വരും. അത് വിവിധ ദളിത് സംഘടനകളുണ്ട്, കണ്ണൂരിൽ അഞ്ചരക്കണ്ടിയിൽ രൂപീകരിച്ച ആക്ഷൻ കൗൺസിലുണ്ട്. എന്തായാലും എവിടെയാണ് റാം എന്ന ഒരു ചോദ്യമാണ് ഇപ്പോഴും ഉയരുന്നത്. ഏതായാലും നിലവിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി റാം ഇപ്പോൾ പോയിട്ടുണ്ട്. ഇനി അതിലൊരു തീരുമാനം വരുന്നതുവരെ പോലീസ് കാത്തിരിക്കുമോ, അതല്ല റാമിനെ അതിന് മുമ്പ് തന്നെ പിടികൂടാൻ പോലീസ് തയ്യാറാകുമോ എന്നാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം. എത്രയും പെട്ടെന്ന് ഈ അധ്യാപകനായ റാമിനെ അറസ്റ്റ് ചെയ്യണമെന്നൊരു ആവശ്യമാണ് കുടുംബത്തിൽ നിന്ന് ഉയരുന്നത്. അതോടൊപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉന്നയിക്കുന്നത്. ഏതായാലും തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഈ കേസ് എത്തിയപ്പോൾ ആ കോടതി കൃത്യമായി പറയുന്നുണ്ട് ഈ റാമിന്റെ കസ്റ്റഡി ആവശ്യമാണ്. റാമിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളൂ എന്നാണ് കോടതി പറഞ്ഞിരുന്നത്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഗീത നമ്പ്യാരുടെ കാര്യത്തിൽ വന്നാൽ 16 ദിവസം സംഗീത നമ്പ്യാരെ ഏതെങ്കിലും തരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. ഒടുവിൽ 16-ാം ദിവസം കോടതി ഇവർക്ക് മുൻകൂർ ജാമ്യം നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെയാണ് സംഗീത നമ്പ്യാർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. അവിടെ എത്തി മൊഴി കൊടുത്ത് അതിനുശേഷം കോടതിയുടെ മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നിന്നും പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ കേസിൽ കൂടുതൽ പേർ പ്രതികളാണ്, അവരെ എല്ലാം അറസ്റ്റ് ചെയ്യണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നത്. അതായത് നമ്മൾ തന്നെ പുറത്തുവിട്ട പ്രിൻസിപ്പലിന്റെ മുറിയിനകത്ത് ഇരുന്ന് കൂട്ടവിചാരണ, അതായത് ഇതിന് ഏറ്റവും അവസാനമായി ഉണ്ടായ ആ ദൃശ്യം, അതിൽ പ്രിൻസിപ്പാൾ ഉൾപ്പെടെ 4 അധ്യാപകരുണ്ട്. ആ അധ്യാപകർ ഉൾപ്പെടെ കേസിൽ പ്രതിയേർക്കണമെന്നൊരു ആവശ്യം ഉയർത്തിയിരുന്നു. പക്ഷേ അക്കാര്യത്തിലൊന്നും ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു നീക്കങ്ങളും ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് വലിയ പ്രതിഷേധത്തിനിടയാക്കുന്നത്. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഡോക്ടർ MK റാമിന്റെ അറസ്റ്റ് വൈകുകയാണ്. ഇയാളെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടുമില്ല. വാർത്തയുടെ വിശദാംശങ്ങളാണ് KV ബൈജു നൽകിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.